പലപ്പോഴും കഴിവില്ലാത്തവർ എന്ന് പറയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത തലമുറ എന്നൊക്കെ പറയപ്പെട്ടിരുന്നവർ ഇപ്പോൾ നേപ്പാൾ സർക്കാരിനെ താഴെ ഇറക്കിയിരിക്കുകയാണ്. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെക്കാൻ നിർബന്ധിതനായി. പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായി തീർന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീയിട്ടു, പാർലമെന്റിലും തീയിട്ടു. അവരുടെ ധനമന്ത്രിയെ പ്രതിഷേധക്കാർ ചെരുപ്പ് കൊണ്ടടിച്ച് തെരുവിലൂടെ ഓടിച്ചു. ഇതിനിടെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയുടെ വീടിന് തീയിട്ടപ്പോൾ ദൗർഭാഗ്യകരമായി ഭാര്യയ്ക്ക് മരണം സംഭവിച്ചു. ഇപ്പോ ഇവിടെ ചോദ്യം ഉയരുന്നത്, ഈ കോപത്തിന് കാരണമായത് എന്താണ്? ഇത് സോഷ്യൽ മീഡിയ നിരോധനത്തിന്റെ ഫലമായാണോ സംഭവിച്ചത്? സത്യത്തിൽ ഇതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം നിരവധി പ്രേരണകൾ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 8 നേപ്പാളിന്റെ തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. അവരിൽ ഭൂരിഭാഗവും 20-25 വയസ്സുവരെ പ്രായമുള്ള യുവാക്കളായിരുന്നു. ഇവരെയാണ് ജെൻസി എന്ന് പറയുന്നത്. ചിലർ സ്കൂൾ യൂണിഫോമിലും ചിലർ കോളേജ് യൂണിഫോമിലുമായിരുന്നു. ഹാമി നേപ്പാൾ എന്ന NGO ആണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാഠ്മണ്ഡുവിന്റെ മധ്യത്തിൽ തന്നെ ഒത്തുകൂടിയ ഈ പ്രതിഷേധക്കാർ മൈഥിഗർ മണ്ഡല എന്ന പ്രതീകാത്മക സ്മാരകത്തിൽ നിന്നും പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. ഇത് ഏതാണ്ട് അക്രമരഹിതവും സമാധാനപരവുമായ ഒരു മാർച്ചായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധക്കാരെ തടയാൻ സർക്കാർ പോലീസിനെ വിന്യസിപ്പിച്ചു. പോലീസ് വെള്ളം പീരങ്കികൾ, കണ്ണീർ വാതകം, റബ്ബർ ബുള്ളറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ചു. ക്രമേണ ഇത് പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. ചില പ്രതിഷേധക്കാർ പാർലമെന്റ് സമുച്ചയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം പോലീസുകാർ ചെയ്ത പ്രവർത്തികൾ കണ്ട് രാജ്യം മുഴുവനും ഞെട്ടിപ്പോയി. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ പരസ്യമായി വെടിയുതിർത്തു. ചുരുങ്ങിയത് 19 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. 400-ലധികം പേർക്ക് പരിക്കേറ്റു. ഇവയൊന്നും റബ്ബർ ബുള്ളറ്റുകളല്ലായിരുന്നു, യഥാർത്ഥ ബുള്ളറ്റായിരുന്നു. ഒരു 12 വയസ്സുകാരനും അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത്തരം ക്രൂരത കണ്ടിട്ടും ഒരാൾക്ക് മിണ്ടാതിരിക്കാനായില്ല. നേപ്പാളിലെ പൗരന്മാർ ഇതറിഞ്ഞപ്പോൾ കൂടുതൽ പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രതിഷേധക്കാരുടെ എണ്ണം വേഗത്തിൽ ഉയർന്നു വന്നു. വഴികൾ മുഴുവനും പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു. ജനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ ഉച്ചയ്ക്ക് 3:30 കർഫ്യൂ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒന്നും മാറിയില്ല. പ്രതിഷേധം കൂടുതൽ വലുതായി തുടങ്ങി. കാഠ്മണ്ഡുവിനൊപ്പം പോഖറ, കുട്വാൽ, ഭരത്വാൽ, ധമക് എന്നീ നഗരങ്ങളിൽ പ്രതിഷേധം നടന്നു. ഈ പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണം മാധ്യമങ്ങളിൽ വളരെ കൂടുതലായും പറയപ്പെട്ടത് സോഷ്യൽ മീഡിയ നിരോധനമാണ്. ഇത് ഒരു കാരണം മാത്രമാണ്. പക്ഷേ മറ്റു കൂടുതൽ ഗൗരവമുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അഴിമതി, സർക്കാരിൻ്റെ ദുർഭരണം, വളരുന്ന തൊഴിൽ രഹിത്വം, പദവിയിലുള്ള മന്ത്രിമാരുടെ ബന്ധുപ്രീതി. ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നാൽ ആദ്യം ഈ സോഷ്യൽ മീഡിയ പ്രശ്നത്തിലേക്ക് വരാം. 2023 നവംബറിൽ സോഷ്യൽ മീഡിയ കമ്പനികളോട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യാനും പ്രാദേശിക സാന്നിധ്യം സ്ഥാപിക്കാനും പറഞ്ഞിരുന്നു. വിദ്വേഷപരമായ പ്രസംഗങ്ങൾ, വ്യാജ വാർത്ത, വഞ്ചന, മറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ ഇവയൊക്കെ തടയുന്നതിന് ഇത് ആവശ്യമാണ് എന്ന് നേപ്പാൾ സർക്കാർ പറഞ്ഞു. അതുകൊണ്ടാണ് സർക്കാർ ഇത് ചെയ്തതെന്നും പറഞ്ഞു. പിന്നീട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട 5 പൊതു അറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. എന്നാൽ 5 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒഴികെ മറ്റ് പ്രധാന പ്ലാറ്റ്ഫോമുകൾ ഒന്നും ഇതിൽ രജിസ്റ്റർ ചെയ്തില്ല. രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ ഒരു വലിയ പേര് മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ, ചൈനീസ് ആപ്പ് ടിക്ടോക്ക്. അതേസമയം രജിസ്റ്റർ ചെയ്യാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാൻ നേപ്പാൾ സുപ്രീം കോടതി സർക്കാരിന് അനുമതി നൽകി. തുടർന്ന് ഈ വർഷം ഓഗസ്റ്റ് 28 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സെപ്റ്റംബർ 3 രജിസ്റ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ നിരോധിക്കുമെന്നും പറഞ്ഞു. പക്ഷേ മിക്ക സോഷ്യൽ മീഡിയ കമ്പനികളും ഇത് അവഗണിച്ചു. അങ്ങനെ രാജ്യത്ത് 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, ട്വിറ്റർ. ഇങ്ങനെ ടിക്ടോക്ക് ഒഴികെയുള്ള മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവിടെ നിരോധിച്ചു. ഇതിനെതിരെ പ്രതിഷേധക്കാർ ആരോപിച്ചത് ഈ സർക്കാരിന്റെ ലക്ഷ്യം തന്നെ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുകയും അതിലൂടെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയും ചെയ്യുക എന്നതാണ്. സത്യം എന്തെന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും തുറന്നു കാട്ടുന്ന നിരവധി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇതിനകം വൈറലായിരുന്നു.
സർക്കാർ മന്ത്രിമാരുടെ സ്വജന പക്ഷപാതവും അവരുടെ ആഡംബര ജീവിത ശൈലിയും എല്ലാം തുറന്നു കാട്ടുന്ന വീഡിയോസ്. വാസ്തവത്തിൽ നേപ്പാളിലെ യുവാക്കൾ അഴിമതി, തൊഴിലില്ലായ്മ, സാമ്പത്തിക അസമത്വം എന്നിവയിലെല്ലാം കഷ്ടപ്പെട്ട് രോഷാകുലരായിരുന്നു. 2024 നേപ്പാളിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 20.82% ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. 5 യുവാക്കൾ എടുത്താൽ അതിൽ ഒരാൾക്ക് ജോലിയില്ല. വളരെ കുറച്ച് പുതിയ ജോലികൾ മാത്രമായിരുന്നു ആ സമയത്ത് പുറത്ത് വന്നുകൊണ്ടിരുന്നുള്ളൂ. ജോലി കണ്ടെത്താൻ ഇനി ആളുകൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറേണ്ട ഒരു അവസ്ഥ വന്നു. സ്ഥിതി വളരെ മോശമായതിനാൽ ആയിരക്കണക്കിന് ആളുകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും യുദ്ധം ചെയ്യാൻ പോയി, കുറച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം. അതെ, ഇതൊക്കെ ശരിയായിരുന്നു. നിങ്ങൾ ഈ കേട്ട വാർത്തകളെല്ലാം ശരിയായിരുന്നു. 2024 ഫെബ്രുവരി ആയപ്പോഴേക്കും 15,000-ലധികം നേപ്പാളി പൗരന്മാരായിരുന്നു റഷ്യൻ സൈന്യത്തിൽ ചേർന്നിരുന്നത്. ഏതാനും ആഴ്ചകൾ മാത്രം നീണ്ടുനിന്ന പരിശീലനത്തിന് ശേഷം അവരെ ഫ്രണ്ട് ലൈനിലേക്ക് പോരാടാൻ പോലും അയച്ചു. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിരവധി നേപ്പാളി പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. മരണഭീഷണി ഉണ്ടായിരുന്നിട്ടും നേപ്പാളികൾ വളരെ കുറച്ച് ജോലി അവസരം സ്വന്തം രാജ്യത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജീവന് ഭീഷണി ഉണ്ടായിരുന്നിട്ട് കൂടിയും യുദ്ധം ചെയ്യാനായി റഷ്യയിലേക്ക് പോയത്. ഇനി റഷ്യയാണെങ്കിൽ അവരുടെ സൈന്യത്തിൽ ചേരാനായ ലാഭകരമായ ഓഫറുകളും നൽകി ഈ ജനങ്ങളെല്ലാം ആകർഷിച്ചു. ബോണസും ശമ്പളവും എല്ലാം ചേർത്ത് ഒരു മാസത്തിൽ തന്നെ ഏകദേശം $4,000 ആയിരുന്നു അവർക്ക് ഓഫർ നൽകിയത്. ഇങ്ങനൊരു ഓഫറായിരുന്നു ചില സൈനികരും പറഞ്ഞത്. 5 ലക്ഷം നേപ്പാളി രൂപയേക്കാൾ ഇതൊരൽപ്പം കൂടുതലായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നേപ്പാളി രാഷ്ട്രീയക്കാർ ഒരൽപ്പം സഹാനുഭൂതി ആ ജനങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്ഥിതി ഇത്ര വഷളാകുമായിരുന്നില്ല. പക്ഷേ അവർ നേരെ വിപരീതമായാണ് ചെയ്തത്. ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ നേപ്പാളി രാഷ്ട്രീയക്കാരുടെ മക്കൾ അവരുടെ ആഡംബര ജീവിത ശൈലി സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഒരു വശത്ത് രാഷ്ട്രീയക്കാരുടെ കുട്ടികളും പേരക്കുട്ടികളും ഫോട്ടോസിലൂടെ എല്ലാം അവരുടെ ഈ വിദേശ യാത്രകളും വില കൂടിയ വസ്തുക്കളും അവരുടെ ഈ ആഡംബരപൂർണമായ ജീവിതശൈലികളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചു. ജനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഈ വിരോധാഭാസം കണ്ടു. അവർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ #NepoKids ട്രെൻഡാകാൻ തുടങ്ങി. പിന്നീട് സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചപ്പോൾ നേപ്പാളി നെറ്റിസൺസ് ഇത്തരം വീഡിയോകളെല്ലാം ടിക്ടോക്കിൽ കൊണ്ടുവന്ന് നിറച്ചു. ടിക്ടോക്കിൽ നേപ്പാളി യുവാക്കളുടെ വാക്കുകൾ കൊണ്ട് നിറഞ്ഞു. ഈ വീഡിയോകളെല്ലാം വളരെ ലളിതമായ ഒരു താരതമ്യമാണ് കാണിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ കുട്ടികളുടെ ആഡംബര ജീവിത ശൈലി, നേപ്പാളി ജനത അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. ഈ നെപ്പോ കുട്ടികൾ ഡിസൈനർ വസ്ത്രങ്ങൾ ധരിക്കുകയും അവരുടെ ആഡംബര കാറുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ #NepoKidsഉം #NepoBabyയും ടിക്ടോക്കിലും ട്രെൻഡാകാൻ തുടങ്ങി. ഇതിനെതിരെ സെപ്റ്റംബർ 8 പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധത്തിലെ ചില പോസ്റ്ററുകളും ഇതിനെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ കുട്ടികൾ വിദേശത്തു നിന്നും ഗുച്ചി ബാഗുകൾ കൊണ്ടുവരുന്നു, സാധാരണക്കാരുടെ കുട്ടികളെ ശവപ്പെട്ടിയിൽ കൊണ്ടുവരുന്നു. ഇതായിരുന്നു അവരുടെ പോസ്റ്ററുകളിലെ ഹൈലൈറ്റ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നേപ്പാളികളെ കുറിച്ചും അവരുടെ ഈ പ്രതിഷേധത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരി അഴിമതി നേപ്പാളിൽ ഒരു വലിയ പ്രശ്നമാണ്. നേപ്പാളി യുവാക്കൾ ഈ 70 വയസ്സ് എത്തിയിട്ട് പോലും ഒരിക്കലും വിരമിക്കാത്ത അതേ രാഷ്ട്രീയക്കാരെ കണ്ട് വെറുത്തുപോയി. അവർ തന്നെ ഇങ്ങനെ ഊഴമനുസരിച്ച് അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മാറി മാറി. മാർച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നേപ്പാളിനെ റിപ്പബ്ലിക് ആക്കാനുള്ള പരീക്ഷണം പരാജയപ്പെട്ടുവെന്ന് പലരും പറഞ്ഞു. ഒരു പക്ഷേ ഇത് വീണ്ടും രാജവാഴ്ചയിലേക്ക് മടങ്ങുകയാണ് എന്നുള്ള വാക്കുകൾ പോലും പലരിൽ നിന്നും ഉണ്ടായി. ജനങ്ങൾ രാഷ്ട്രീയക്കാരിൽ വളരെയധികം നിരാശരായതിനാൽ ജനാധിപത്യം പിൻവലിച്ച് രാജവാഴ്ച സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതെ, 2008 മുൻപ് വരെയും നേപ്പാൾ ഒരു രാജവാഴ്ചയായിരുന്നു. പൗരന്മാർ തിരഞ്ഞെടുത്ത വ്യക്തിയല്ല, മറിച്ച് ഒരു രാജാവായിരുന്നു രാഷ്ട്ര തലവൻ. അവരുടെ അവസാനത്തെ ഭരണാധികാരി ജ്ഞാനേന്ദ്ര രാജാവായിരുന്നു. അദ്ദേഹത്തെ അട്ടിമറിക്കാൻ 2 പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായി. 2006 ജനാധിപത്യ വിപ്ലവവും വർഷങ്ങളായി തുടരുന്ന മാവോയിസ്റ്റ് കലാപവും. 2008 മെയ് മാസം 28 രാജവാഴ്ച ഔദ്യോഗികമായി നിർത്തലാക്കപ്പെട്ടു. നേപ്പാൾ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി. അതിനുശേഷം 17 വർഷം കടന്നു. ഈ 17 വർഷത്തിനിടയിൽ നേപ്പാളിന്റെ സർക്കാർ 13 തവണ മാറി. പ്രധാനമന്ത്രി സ്ഥാനം KP ശർമ്മ ഒലി, പുഷ്പകമാൽ ദഹൽ, ഷേർ ബഹദൂർ ദ്യൂപ ഇവരായിരുന്നു വഹിച്ചത്. ഈ ചുരുക്കം ചില രാഷ്ട്രീയക്കാർക്കിടയിൽ അധികാരം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു, റൊട്ടേറ്റ് ആയിക്കൊണ്ടിരുന്നു. അവർ സഖ്യം രൂപീകരിക്കുകയും പിന്നീട് പിരിയുകയും ചെയ്യും. നേപ്പാളിൽ 2 പ്രബലമായ രാഷ്ട്രീയ ശക്തികളുണ്ട്.
നേപ്പാളി കോൺഗ്രസ്, നേപ്പാളി കമ്മ്യൂണിസ്റ്റ്. നേപ്പാളി കമ്മ്യൂണിസ്റ്റുകൾക്ക് 2 പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, യുണൈറ്റഡ് മോസ്റ്റ്. അടുത്തത് ലെനിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, മാവോയിസ്റ്റ് സെന്റർ. ഈ പാർട്ടികൾ ചെറിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുകയും അധികാരത്തിൽ വരികയും ചെയ്യുന്നു. എന്നാൽ 3 പാർട്ടികളുടെയും തലവന്മാർ അഴിമതി ആരോപണ വിധേയരാണ്. നേപ്പാളി കോൺഗ്രസിന്റെ തലവൻ മുൻ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദൂബ. ഇദ്ദേഹം വിമാനം വാങ്ങുന്നതിന് നിയമവിരുദ്ധമായ കമ്മീഷൻ വാങ്ങിയതായി ആരോപിക്കപ്പെടുന്നു. നേപ്പാളി വിദേശകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ അർജു റാണ ദ്യൂബ. ഇവർ വ്യാജ രേഖകൾ ഉപയോഗിച്ച് നേപ്പാളി പൗരന്മാരെ ഭൂട്ടാൻ പൗരന്മാരെ അവതരിപ്പിച്ചുവെന്നും ആരോപിക്കപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരെ അമേരിക്കയിലേക്ക് അഭയാർത്ഥികളായി അയക്കാൻ സാധിക്കും. CPN MCAയുടെ തലവനും 3 തവണ പ്രധാനമന്ത്രിയുമായ പുഷ്പകമൽ ദഹൽ. ഇദ്ദേഹം മാവോയിസ്റ്റ് ഗൊറില്ല പോരാളികൾക്കായി പണം വകമാറ്റിയതിനും കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചതിനും കുറ്റക്കാരനാണ്. CPN UML മേധാവിയും ഏറ്റവും പുതിയ പ്രധാനമന്ത്രിയുമായ KP ശർമ്മ ഒലി. ഇദ്ദേഹം നേപ്പാളിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് ഒരു തേയിലത്തോട്ടത്തെ വാണിജ്യ സ്ഥലമാക്കി മാറ്റിയതിന് അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്നു. അതുപോലെ മറ്റു 3 മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെയും സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റതിനും കുറ്റമുണ്ട്. 2006 മുതൽ ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ഒരു നയപരമായ തീരുമാനത്തിനും അന്വേഷണം നടത്താൻ കഴിയില്ല എന്നതാണ് ഇവിടെ പ്രശ്നം. ഇത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്ക് അവരുടെ പ്രവർത്തികൾക്ക് പ്രതിരോധ ശേഷി നൽകുകയാണ് ചെയ്തത്. ഇത് കൂടുതൽ അഴിമതിയിലേക്ക് നയിച്ചു. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഈ അസമത്വം, തൊഴിലില്ലായ്മ, അഴിമതി, സ്വജനപക്ഷപാതം എന്നിവയ്ക്കിടയിൽ സർക്കാർ പിന്നെ സോഷ്യൽ മീഡിയ കൂടെ നിരോധിച്ചപ്പോൾ ജനങ്ങൾക്കിടയിലെ കോപവും നിരാശയും എല്ലാം അതിന്റെ കൊടുമുടിയിലേക്ക് തന്നെ എത്തി. ഈ നിരോധനത്തിനു ശേഷം അത് പൂർണ്ണമായും പൊട്ടിത്തെറിച്ചു. എല്ലാ പ്രധാന സോഷ്യൽ മീഡിയ ആപ്പുകളും നിരോധിച്ചതിലൂടെ നേപ്പാളിൽ അവശേഷിച്ച ചുരുക്കം ചില തൊഴിൽ സ്രോതസ്സുകളും അപകടത്തിലായി. നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കൂടാതെ ആശയവിനിമയത്തിനും ബുക്കിങ്ങിനുമെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ആശ്രയിച്ചിരുന്നു. അതിനാൽ ഈ നിരോധനം ടൂറിസം വ്യവസായത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. അതിനു പുറമെ വിദേശത്ത് ജോലി ചെയ്യുന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദശലക്ഷക്കണക്കിന് നേപ്പാളി കുടുംബങ്ങൾ ഇത് കാരണം ബാധിച്ചു. ഒരു കണക്കനുസരിച്ച് 7 ദശലക്ഷത്തിലധികം നേപ്പാളി പൗരന്മാരാണ് ജോലിക്കായോ പഠനത്തിനായോ വിദേശത്ത് താമസിക്കുന്നത്. ഇതെല്ലാം ഈ പ്രതിഷേധത്തിന് കൂടുതൽ ഇന്ധനം നൽകുകയാണ് ചെയ്തത്. പിന്നെ ആളുകൾ സമാധാനപരമായി പ്രതിഷേധിക്കാൻ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ നേപ്പാളി സർക്കാർ ഒരു സ്വേച്ഛാധിപത്യ സർക്കാരിനെ പോലെ പ്രതികരിച്ചു. ജനങ്ങളെ പ്രതിഷേധിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു. പോലീസിനെ വിന്യസിപ്പിക്കുകയും പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്തു. നിരോധനം പ്രതിരോധിക്കാൻ സർക്കാർ പഴയ ദേശീയതയെ ആശ്രയിച്ചു. തങ്ങൾക്കെതിരായ വിമർശനങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ പലപ്പോഴും അത് ഉപയോഗിച്ചു. അഹങ്കാരത്തിന് വഴങ്ങുകയോ ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി ഒന്നും സ്വീകരിക്കില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഒടുവിൽ സർക്കാരിന് പ്രതിഷേധക്കാർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. ആദ്യം ആഭ്യന്തരമന്ത്രി ധാർമ്മിക കാരണങ്ങളാൽ രാജിവെച്ചു. സോഷ്യൽ മീഡിയ ആപ്പുകളുടെ നിരോധനം നീക്കി. എന്നാൽ പ്രതിഷേധക്കാർക്ക് അപ്പോഴും ഒരു സമാധാനം വന്നില്ല. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികൾ കത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വസതി പോലും കത്തിച്ചു. സൈന്യത്തിന് പിന്നെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വന്നു. മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഹെലികോപ്റ്ററിലൂടെ ഒഴിപ്പിക്കേണ്ടി വന്നു. ഒടുവിൽ സെപ്റ്റംബർ മാസം 9 ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ഈ വീഡിയോ ചെയ്ത സമയത്ത് പോലും പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയിട്ടില്ലായിരുന്നു. വ്യവസ്ഥാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. നേപ്പാളിന്റെ സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സമാധാനവും ആവശ്യപ്പെട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഈ അധികാരത്തിൽ ഇരിക്കുന്നവർ ജനങ്ങളുടെ ശബ്ദം പൂർണ്ണമായും അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു തത്സമയ ഉദാഹരണമാണ് നേപ്പാൾ. അഴിമതി, തൊഴിലില്ലായ്മ, സ്വജന പക്ഷപാതം തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ എല്ലാ സർക്കാരുകൾക്കും ഇതൊരു പാഠമാണ്. കാര്യങ്ങൾ ഇത്ര വഷളാകുന്ന തരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഒരിക്കലും അവഗണിക്കരുതായിരുന്നു. കാരണം കാര്യങ്ങൾ ഇത്ര വഷളായാൽ രാജ്യത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഒരുപോലെ തന്നെ സത്യമാണ്. ചില ജനാധിപത്യ വിരുദ്ധ ഗ്രൂപ്പുകൾ രാജവാഴ്ച തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് പോലും സംസാരിക്കാൻ ഈ പ്രതിഷേധങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതും മറ്റൊരു സത്യം. പക്ഷേ അതും തെറ്റായിരിക്കും. പരിഹാരം എല്ലായ്പ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ കണ്ടെത്തണം. നേപ്പാളിന് സമാധാനപരവും
ദീർഘകാലവുമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഈ ജനകീയ വിപ്ലവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഇവിടെ ആര് ചെയ്തതാണ് ശരി, ആര് ചെയ്തതാണ് തെറ്റ്? ഇവിടെ ഒരു രാഷ്ട്രീയത്തിന് ശരിയായ ദിശ എങ്ങനെ നൽകാം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ വളരെ വ്യത്യസ്തമായ വീഡിയോസിനായി വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.